ഇന്നത്തെ യാത്ര പെരുമ്പളം ദ്വീപിലോട്ടാണ്. പൂത്തോട്ടയിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. പൂത്തോട്ടയിൽ നിന്ന് ബോട്ട് സർവീസും ഉണ്ട്, ജങ്കാർ സർവീസും നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ജങ്കാറിൽ കയറിയാണ് പെരുമ്പളം ദ്വീപിലോട്ട് പോകുന്നത്. ജങ്കാറിന് വാത്തിക്കാട് എന്ന് പറഞ്ഞ ബോട്ട് ജെട്ടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. പെരുമ്പളം ദ്വീപിലെ 10 രൂപയാണ് നമുക്ക് 2 വീലറിന് വരുന്നത്, ചാർജ് വരുന്നത്.
കുടുങ്ങി. വണ്ടി എങ്ങനെ സ്റ്റോപ്പായി നേരെ അവിടെ കൊണ്ട് ഇടിച്ചു നിർത്തുന്നു. ചേട്ടൻ ഇപ്പോഴേ പോവാണോ? ചേട്ടൻ വെള്ളത്തിൽ കൂടെ ഓടിക്കുവാണോ? പിന്നെ ഇതല്ലേ ടിപ്പർ മാത്രം പോരല്ല, അതിനകത്ത് ലോഡല്ലേ, ടിപ്പറിനകത്ത് ലോഡ്. ടിപ്പറുകാരൻ തന്നെ പയ്യെ പോകുന്ന ഒരു ചേട്ടൻ ഭയങ്കര ലോഡാണ്. ഞാനത് കാണാൻ വേണ്ടിയില്ല പറഞ്ഞത്. അപ്പം അതിലെടുത്തിട്ട് നമ്മൾ ബോട്ട് ജെട്ടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ അത് കാണാൻ വേണ്ടി ഇപ്പുറേ വന്നപ്പം അപ്പുറത്തെ സൈഡ് വഴി ആ ബോട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നമ്മൾ നേരെ ഈ ജങ്കാർ ജെട്ടിയിലോട്ട്, അങ്ങനെ പറയാം, ജങ്കാർ ജെട്ടിയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ നിന്നാണ്, പുറകിൽ നിന്നാണ് വന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം യാത്രയുണ്ട് ജങ്കാറിൽ. നമ്മൾ ജെട്ടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിക്കോട്ടെ. ബോട്ട് കിട്ടിയ ഇവിടെയൊക്കെ വെള്ളം കയറുമോ? കേറത്തില്ലായിരിക്കും അല്ലേ? ഓ, ഇത്രയും വെള്ളം കയറുവാണെങ്കിൽ കടലിലോട്ട് പോകുമായിരിക്കും. ശരി, ഇവിടെ ഇത്രയും അടുത്ത് കായലുള്ളപ്പം വെള്ളം കയറി വരികയില്ലായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. കണ്ടോ കായൽ? കണ്ടോ മേളി? ഓലയുടെ മേളി. റയർ പീസ് എടുത്തു നടക്കണം. ഒരു നല്ലൊരു വളവാണ്. ഇതൊരു ദ്വീപ സമൂഹമാണ്, മനസ്സിലായിരുന്നോ? ഇതൊരു ദ്വീപാണ്. നമ്മളിങ്ങനെ കറങ്ങി വന്നാലും അപ്പുറയില്ല. കണ്ടോ, ഇതൊക്കെ തെങ്ങുന്നോപ്പാണേ. കൃഷിഭൂമി ആയതുകൊണ്ടേ നല്ല തണുപ്പില്ല ഇവിടെ. നമ്മളാ വെയിലത്തുനിന്ന് കയറി വന്നിട്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മേ ഏതാ ഇവിടെ ഇല്ല. ഇല്ല ഇവിടെ അതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മറ്റേ സിനിമയ്ക്കകത്തല്ലേ? ആ ടിപ്പറൊക്കെ ഇവിടെ മണ്ണടിക്കാൻ വേണ്ടി വന്നാ ആരുണ്ട്? ഇല്ല, ഇങ്ങനെയൊക്കെയല്ല ഒരു സ്ഥലം പരിചയപ്പെടുന്നു. ഗൂഗിൾ മാപ്പിൻ്റെ ആവശ്യമില്ലെന്നേ ബോട്ട്. ആ കണ്ടോ, ഇതൊരു കാവ് പേര് കണ്ടില്ല. മറ്റേ സർപ്പക്കാവാണ് കേട്ടോ. പിന്നെ കണ്ടോ, ഇതാണ് ഒരു മിനിറ്റ്, ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലവും മറ്റേ ബോട്ട് കെട്ടി. ഉണ്ടോ, ഇതാണ് ആ കാണുന്നതാണ് ബോട്ട് കെട്ടി. അവിടെ നിന്ന് എടുത്തു. ഇതൊരു ക്ഷേത്രം. തെങ്ങുന്തോപ്പി.
നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ശാസ്താംകൽ ബോട്ട് ജെട്ടിയിലാണ്. നമ്മളവിടെ വന്നിരിക്കുന്നത് നമ്മൾ ആ ഒരു അമ്പലം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇപ്പം എന്തേ ഒരു ബോട്ട് വരുന്നുണ്ട്, സർവീസ് ബോട്ട് നമ്മുടെ ബോട്ട് ജെട്ടിലോട്ട് വരുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളിയിൽ നിന്നും പൂത്തോട്ടയിലേക്ക് വരുന്നൊരു സർവീസ് ബോട്ടാണത്. സർവീസ് നടത്തുന്ന ബോട്ടാണ് വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ബോട്ട് സർവീസ് ഇവിടെ ഉണ്ട്. ഇപ്പം അങ്ങ് പോയി കഴിയുമ്പോൾ തൊട്ട് പുറകെ അടുത്ത് അങ്ങോട്ടും കൊണ്ട് തിരിച്ചും വരുന്നതാണ്. ഈ പാണാവള്ളിയിൽ നിന്നും പൂത്തോട്ടയ്ക്ക് ഒരാൾക്ക് വരുന്ന ചാർജ്, ബോട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 11 രൂപയാണ് ചാർജ് വരുന്നത്, ബോട്ട് ടിക്കറ്റ് ചാർജ് വരുന്നത്. കുറേ വീടുകളുണ്ട് ഇവിടെ. ആൾക്കാർ, താമസക്കാർ വളരെയധികം ആൾക്കാരുണ്ട്. സ്ഥലത്തിന് നിലയിലല്ലോ. കാറൊക്കെ ഉള്ള വീട്. എന്നാലും ബോട്ട് വേണം. ബോട്ട് വേണം. ഇവിടെ കിടന്ന് കറങ്ങും, അല്ലെ ഗംഗാറൊക്കെ ചെയ്യാന്നുള്ളൂ. ഇവിടെ മാത്രമായിട്ട് കയറേണ്ട ആവശ്യമില്ല. ശ്വാനൻ അയ്യോ പട്ടി കൊടുത്തേ. ഞാൻ കൊച്ചിൻ്റെ വീഡിയോ എടുത്തെന്നും പറഞ്ഞ് ഇടി കുത്തിയാണ് അല്ലേ? കൊച്ചിൻ്റെ വീഡിയോ എടുത്തെന്നും പറഞ്ഞിട്ട് പശു അങ്ങോട്ടോ മട്ടക്കാരൻ നടക്കുകയാണ്. എവിടെ വരും കറങ്ങി ഒരിടത്ത് തന്നെ വരും. പിന്നെ കാലിൽ ചടാന്നുള്ളൂ. കരികുമാർ പറയുന്ന പോലെ ഇവിടെ തക്കരക്ക് കുടം പിന്നെ മായാവിക്കാൻ നിങ്ങളെന്തിനാ അങ്ങോട്ട് നീന്തുന്നു? തിരിച്ചു നീന്തവര്. ഓഹോയ് അങ്ങനെ നമ്മൾ ശ്രീലങ്കയിലെത്തിയ പോലെ ആയിരുന്നു. അവിടെ ഗോവയ്ക്ക് ഇതുപോലെ നാട്ടോട് ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ ഓർത്തോണം, ഈ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ എത്തി. എന്ന് പറഞ്ഞാൽ കാലം ചുറ്റും ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇടത്ത് വത്ത് പിടിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേട്ടോ വഴി തീർന്ന് വരട്ടാതെ ആ ടൗണിൽ പോട്ട് ഇല്ലേ? ഇത് വേറെ ബോട്ട് കെട്ടിയാ കണ്ടോ? നമ്മൾ അതിലേ പോയാലും കറങ്ങി തിരിഞ്ഞ് ബോട്ട് കെട്ടി വരും. എല്ലാ ബോട്ട് കെട്ടിൽ പോയാലും അവിടെ ഒരു പട്ടിക്കുട്ടിയെ കാണാം. അതാണ്ട് കിടക്കും.
ശ്വാനന്മാരേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥലം പെരുമ്പളം സൗത്ത് അങ്ങനെയാണ് സ്ഥലപ്പേര് കിടക്കുന്നത്. എനിക്ക് ബോട്ട് കെട്ടി കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് അടുത്ത് തന്നെ കായൽ കിടക്കുന്നത്. ഇവിടെ ബോട്ടിൻ്റെ സമയക്രമം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അങ്ങനെ നമ്മുടെ കൽക്കരയോ നമ്മുടെ യാത്ര പെരുമ്പളം ദ്വീപിലൂടെയുള്ള യാത്ര. വന്ന വഴി തന്നെ നമ്മൾ വീണ്ടും തിരിച്ച് ഇതിലേക്ക് ഇറങ്ങിയേക്കാം. ഇവിടെ വെക്കുന്നില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യകത ഇല്ലല്ലേ? അതെ അതെ, പക്ഷെ വാഹനം ഓടിക്കുന്ന ഹെൽമെറ്റ് വെക്കണം, അത് നമ്മൾ നിർബന്ധം. ഇവിടെ നിന്ന് ലെഫ്റ്റേ എനിക്ക് വഴിയൊക്കെ നേരത്തെ അറിയാടാ, ഞാൻ ഇവിടെ വന്നിട്ടില്ലേലും. കടയുണ്ടായിരുന്നല്ലോ. കടത്തുകാരാ ഇപ്പോൾ ബോട്ടുണ്ടോ പൂത്തോട്ടയ്ക്ക്? 10 മിനിറ്റോ? വരുന്നുണ്ട് മോനെ. അവരുടെ ഇങ്ങോട്ട് കടന്നു വന്നേ നമ്മൾ. ആരുമില്ലേ? നമുക്ക് അവിടെ കൊണ്ട് വെച്ചിട്ട് വണ്ടി ഈ ദ്വീപിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? തെങ്ങ് അങ്ങോട്ട് ചാഞ്ഞു വെക്കുന്നു. ചുറ്റിനും കടലല്ല കായല ചുറ്റിനും. ചായാത്ത തെങ്ങ ഇതൊക്കെ ഉള്ള കാണിച്ചു തരാം. തീരത്ത് നിൽക്കുന്നത് ഇതുണ്ടോ, പുള്ള് ചാഞ്ഞാ നിൽക്കുന്നത്. കണ്ടോ അതിന് മത്സ്യബന്ധന നൗക അത്രയൊക്കെ ആവും. പിന്നെ ഇത്ര ഉള്ള ഇത് മതി. ബോട്ടും 2 കസേര ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ഇത് സൈഡിൽ മറ്റേ ഇത് ലൈഫ് ജാക്കറ്റും കൂടെ മറ്റേ സാധനം ഇല്ലേ വളയം. പിന്നെ സൺഡേ കാണാൻ ഇത് മതി. കുറച്ച് പേരൊക്കെ ഉണ്ട്, ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേര് അത്ര ഉണ്ടെങ്കിൽ തന്നെ ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ? ഇത്ര ആവുള്ളായിരിക്കും. ഇത് മതി നമുക്ക്. ഇതാകുമ്പോൾ കായൽ യാത്രയായി ഫുഡ് കഴിച്ച് മറ്റേലും കയറുന്നില്ലും കയറിയില്ല. മറ്റേത് പിന്നെ വലിയ രീതിയിൽ കിടന്നു
ഇതൊരു ഫാമിലിയാന്ന് തോന്നുന്നു കണ്ടിട്ടല്ലേ. അതെ നല്ല രസമല്ലേ, അവർ മാത്രം പാട്ടൊക്കെ ആയിട്ട് ചില്ലായിട്ട് പോവാം, ഫുഡൊക്കെ കഴിച്ച് നല്ല യാത്ര. കായലിൽ കൂടെ വേറെ ഇതൊന്നുമില്ല, മറ്റേ വേമ്പനാട്ട് കായലിൽ പോണ പോലെ അല്ലല്ലോ. അതെന്ന് പറഞ്ഞാൽ മറ്റേ അപ്പുറം ഇതുണ്ട്, നമ്മുടെ പ്രൈവറ്റ് ബസ് വരുന്ന പോലെയാണ് ഇവിടെ ബോട്ട് വരുന്നത്. ഒരെണ്ണം പോയി തൊട്ടടുത്ത് 5 മിനിറ്റിനുള്ളിൽ അടുത്ത ബോട്ട് വരും. ബസ് ഇത്ര സമയത്തിനുള്ളിൽ കയറി വരത്തില്ല. ഇന്നൊരു അവധി ദിവസമായിട്ട് പോലും ബോട്ട് സർവീസ് വരും മുടക്കിയിട്ടില്ല. ഒരാളെങ്കിൽ ഒരാൾ ഒരു സർവീസ് നടത്തും. ഇത് നമ്മളവിടെ വെച്ച് കണ്ട ബോട്ട്, ഇവരെ നമ്മളവിടെ വെച്ച് കണ്ടത്. അതെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവരെ ആലോചിക്കുന്നു. ഒരപ്പച്ചൻ ഒരു വയോധികൻ ഇറങ്ങാറുണ്ട്, ആളെ ഒന്ന് സഹായിക്കണം, സൂക്ഷിച്ചിറങ്ങണം. അപ്പച്ചൻ ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ അതുമില്ല. അങ്ങനെ ആ ബോട്ടിൽ നമ്മൾ കയറുന്നില്ല. ഒരു ബോട്ട് 5 പണിക്കാരുണ്ട്. 2 പേര് ബോട്ട് വലിച്ചു കെട്ടാൻ, ഒരാൾ കണ്ടക്ടർ, 5 പേര്, 5 പണിക്കാരാണ് ഒരു ബോട്ടിലുള്ളത്. ഇവരുടെയൊക്കെ സർവീസ് എന്ന് പറഞ്ഞാണ്ടല്ലോ, സ്റ്റാർ ഉണ്ട്, അത് ഒരു പൊസിഷനാണ് അവരുടെ. അതൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് പിന്നെ ലൈസൻസ് വേണം. ആണോ? അതെ, അതും ഒരു ഫാമിലിയാണ് കേട്ടോ. ഇത് മറ്റേ നമ്മുടെ പൂത്തോട്ടയില്ലേ, പൂത്തോട്ടയിൽ നിന്ന് ഒരു ബോട്ട് കിട്ടും നമുക്ക്. അവിടെ നിന്ന് തന്നെ ബുക്കിംഗ് ചെയ്യാം. ഒരു 2 പേരേ ഉള്ളൂ, 3 പേരേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ എടുക്കാമായിരുന്നു.